ഓം നമോ ഭഗവതേ വാസുദേവായ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഗം ഗുരുഭ്യോ നമഃ. ഗം ഗണപതയേ നമഃ. സം സരസ്വത്യൈ നമഃ. ശ്രീമദ് ഭാഗവതം മൂന്നാമത് സ്കന്ധം നമ്മൾ ആരംഭിച്ചു. രണ്ടാമത് അധ്യായമാണിപ്പോൾ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ അധ്യായത്തിലെ ചുരുക്കമാണ് ഇനി പറയാൻ പോണത്. ഒരു ചോദ്യത്തോടു കൂടിയാണ് മൂന്നാമത്തെ സ്കന്ധം ആരംഭിക്കുന്നത്. ഏവമേതൽ പുരാ പൃഷ്ടോ മൈത്രേയോ ഭഗവാൻ കില ക്ഷത്രാവനം പ്രവിഷ്ടേന ത്യക്ത്വാ സ്വഗൃഹം ഋദ്ധിമൽ. ഐശ്വര്യപൂർണമായ തൻ്റെ വസതി വിട്ട് എന്തിനു വേണ്ടിയിട്ടാണ് ആ വിതുര മഹാശയൻ വനത്തിലേക്ക് പോയത്? പോയ ആൾ പിന്നീട് എന്താണ് ആരും ക്ഷണിക്കാതെ തന്നെ ആ ഗൃഹത്തിലേക്ക് തിരിച്ച് ചെന്നതും എന്ന ഈ ചോദ്യത്തിനുള്ള മറുപടി ആയിട്ടാണ് പോയ കാര്യവും തിരിച്ചു ചെന്ന കാര്യമൊക്കെ ഇനി പറയാൻ തുടങ്ങുന്നത്. അതായത് വിതുരൻ്റെ കഥയോടുകൂടിയാണ് ഇത് ആരംഭിക്കുന്നത്. ധൃതരാഷ്ട്രയുടെയും പാണ്ഡുവിൻ്റെയും സഹോദരനാണ് വിതുരൻ. രാജ്യാവകാശത്തെക്കുറിച്ചൊരു തർക്കം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നേയില്ല. ഹസ്തിനപുരത്തിൽ ഐശ്വര്യപൂർണമായ ഗൃഹത്തിലാണ് അദ്ദേഹം താമസിച്ചിരുന്നത്. എന്നാൽ ആ ഐശ്വര്യപൂർണമായ ഗൃഹം വിട്ടുപോകാൻ അദ്ദേഹത്തിന് ഒരു പ്രയാസവും ഉണ്ടായിരുന്നില്ല. എന്നാൽ അവിടെ കഴിച്ചുകൂട്ടാനായിരുന്നു പ്രയാസം എന്നാണ് പിന്നീട്. അങ്ങനെയാണ് ചിലപ്പോൾ എങ്ങനെയെങ്കിലും ഇത് വിട്ടിട്ട് പോയാൽ മതി എന്ന് നമുക്ക് തോന്നും. ഇപ്പം എത്ര ഐശ്വര്യപൂർണമാണെങ്കിലും സമാധാനം എന്നൊന്നില്ല എങ്കിൽ, ശാന്തി അനുഭവിക്കാൻ സാധിക്കില്ലെങ്കിൽ പിന്നെ എങ്ങനെ അവിടെ കഴിഞ്ഞുകൂടും? ഒരു പ്രയാസവുമില്ലാതെ അത് ഉപേക്ഷിക്കാൻ സാധിച്ചു എന്നാണ്. അവിടെ കഴിഞ്ഞുകൂടലായിരുന്നു പ്രയാസം. പാണ്ഡവന്മാരെ എന്താ അത്ര പ്രയാസം ഉണ്ടായത്? പാണ്ഡവന്മാരെ ദുര്യോധനാദികൾ ഉപദ്രവിക്കുന്നത്, പീഡിപ്പിക്കുന്നത് അറിഞ്ഞ് വളരെയധികം ദുഃഖിച്ചു അദ്ദേഹം. അതിനിടയിലാണ് ഒരു ദിവസം രാത്രിയിൽ ഉറങ്ങിക്കിടന്നിരുന്ന പാണ്ഡവന്മാരെ അരക്കില്ലത്തിൽ തീ വച്ച വാർത്ത അറിഞ്ഞു. പ്രവേശ്യ ലാക്ഷാഭവനേ ദദാഹ. അരക്കില്ലത്തിലിട്ട് ചുറ്റ് കൊന്നു കളയാൻ തന്നെ തീരുമാനിച്ചു എന്നാണ്. ദുര്യോധനൻ ദുഷ്ടനാണ്. ആ ദുഷ്ടൻ എത്ര ദുഷ്ടത്തരം ചെയ്താലും വലിയച്ഛനായ ധൃതരാഷ്ട്രൻ ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? അനുജനായ വിതുരൻ ധൃതരാഷ്ട്രോട് ഉപദേശിച്ചാലും ഒരക്ഷരം പോലും മിണ്ടാതെ ആ പുത്രവാത്സല്യം കൊണ്ട് കൈമലർത്ത് അല്ലാതെ അദ്ദേഹം ഒന്നും ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ ഈ ദുര്യോധനാദികളുടെ ദുഷ്ടപ്രവൃത്തി കണ്ടിട്ട് അവിടം വിട്ടു പോയാലോ എന്ന് പലവട്ടം ആലോചിച്ചു വിതുരൻ. എന്നാൽ അന്ധനായ ജ്യേഷ്ഠനെ ഓർത്തപ്പോൾ എത്ര സഹിച്ചിട്ടാണെങ്കിലും അദ്ദേഹത്തിനൊരു തുണ വേണമല്ലോ എന്ന് കരുതിയിട്ടാവാം അവിടെ തന്നെ കഴിച്ചുകൂട്ടിയെന്നാണ്. ഇടയ്ക്കാണ് പാണ്ഡവന്മാരും കൗരവന്മാരും ചൂത് കളിച്ചു. കള്ളച്ചൂതിൽ പാണ്ഡവന്മാരെ തോൽപ്പിച്ചു. പാഞ്ചാലിയെ സഭയിൽ വച്ച്
അപമാനിക്കാൻ ശ്രമിച്ചു. ഇതൊന്നും താൻ അറിയാത്ത മട്ടിൽ ധൃതരാഷ്ട്രർ അവിടെ ഇരുന്നു. അതിനെ തടയാൻ തയ്യാറായില്ല. ഒരക്ഷരം മറുത്തു പറഞ്ഞില്ല. പറയാണ്, യഥാ സഭായാം കുരുദേവദേവ്യാ കേശാഭിവർഷം സുതകർമ്മഗരിഹ്യം ന വാരയാമാസ നൃപഃ സ്നുഷായ സ്വാശ്രൈർഹരന്ത്യാ കുചകുങ്കുമാനി. പാഞ്ചാലിയുടെ മുടിക്കുത്തിനു പിടിച്ച് വലിച്ചിഴച്ച് സഭയിൽ വച്ച് അപമാനിക്കാൻ തുടങ്ങിയിട്ടും ഇതൊക്കെ അറിഞ്ഞിട്ടും നവാരയാമാസ നൃപ അത് തടയാൻ ശ്രമിച്ചില്ല. ഒരക്ഷരം എതിർത്ത് പറഞ്ഞില്ല. ഇതുകൂടി കണ്ടപ്പോൾ ഇനി ഇവിടെ നിൽക്കണ്ടെന്ന് വിചാരിച്ച് വിതുരൻ അവിടെ നിന്ന് പുറപ്പെടാൻ തുടങ്ങി. അപ്പോഴാണ് ഗാന്ധാരി വിതുരനോട് ചോദിച്ചു, അങ്ങ് എങ്ങോട്ടാണ് പോകണത്? വിതുരൻ പറഞ്ഞു, ഞാനിവിടം വിട്ട് പോവുകയാണ്. ധർമാധർമ്മങ്ങളെ ഒന്ന് വേർതിരിച്ചറിയണമെന്ന് എനിക്കൊരു മോഹം. അതറിയാൻ വേണ്ടിയിട്ടാണ് പോകണത്. അതെന്താ? ഇത്രയും പേരുടെ മുന്നിൽ വച്ച് ഒരു സ്ത്രീയെ അപമാനിക്കാൻ ശ്രമിച്ചു, മുടിക്കുത്തിന് പിടിച്ച് വലിച്ചിഴച്ചു. അനവധി പേരുണ്ടായിരുന്ന സഭയിൽ ഒരാൾ പോലും അതിനെ ഒരക്ഷരം പോലും മിണ്ടിയില്ല. എന്തേ മിണ്ടാതിരുന്നത്? ഇത് ധർമ്മമായിട്ടാണോ? അപ്പോൾ ഇത് ധർമ്മമാണെങ്കിൽ പിന്നെ അധർമ്മം എന്താണ്? ആ അധർമ്മത്തെ ഒന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത്. ധർമ്മബോധമുള്ള ആരെങ്കിലും അതിലുണ്ടായിരുന്നെങ്കിൽ അത് തടയുമായിരുന്നില്ലേ? അപ്പോൾ അധർമ്മം എന്താണെന്ന് എനിക്കിന്ന് അറിയണം. അതിനായിട്ടാണ് ഞാൻ പോകണു എന്ന് ഗാന്ധാരിയോട് പറയുമ്പോൾ ആ ഗാന്ധാരി പറയാണ്, വിതുര, അങ്ങ് പോയി എന്തൊക്കെയാണോ അറിയണത് അതെനിക്ക് കൂടി പറഞ്ഞു തരണം എന്ന് പറയുമ്പോൾ ആ മുഖത്തേക്ക് നോക്കി കണ്ണ് നിറഞ്ഞിരിക്കണു. എന്നിട്ട് കൂട്ടിച്ചേർത്ത് പറഞ്ഞാണ്, ഞാനിവിടെ തൊഴുത്തിൽ കെട്ടിയിരിക്കുന്ന ഒരു പശുവിനെ പോലെ ആണെന്നറിയണം. അതറിഞ്ഞിട്ട് പൊയ്ക്കോളൂ എന്ന് പറയുമ്പോൾ ദുഃഖം സഹിക്കവയ്യാതെ കണ്ണു നിറഞ്ഞു നിൽക്കുന്ന ഗാന്ധാരിയെ കണ്ട വിതുരൻ തൽക്കാലം യാത്ര വേണ്ടെന്ന് വച്ച് അവിടെ കഴിഞ്ഞു. പാണ്ഡവന്മാരും കൗരവന്മാരും ചൂതു കളിച്ചു. പിന്നെയും എല്ലാം നഷ്ടപ്പെട്ടു. പാണ്ഡവന്മാർ വനവാസത്തിന് പോയി. 12 വർഷം വനവാസവും 1 വർഷം അജ്ഞാതവാസവും കഴിഞ്ഞ് തിരിച്ചു വന്നു. തങ്ങളുടെ അവകാശമായ പകുതി രാജ്യം ആവശ്യപ്പെട്ടു. കൊടുക്കില്ലെന്ന് പറഞ്ഞു ദുര്യോധനൻ. എന്നാൽ തങ്ങളുടെ അവകാശം വാങ്ങിയിട്ടേ കാര്യമുള്ളൂ എന്ന് പാണ്ഡവന്മാരും. യുദ്ധം ഏതാണ്ട് ഉറപ്പായി. ഇരുപക്ഷക്കാരും സൈന്യത്തെ ശേഖരിച്ചു കൊണ്ടിരിക്കുന്നു. ഭഗവാൻ തൻ്റെ മുഴുവൻ സൈന്യത്തെയും ദുര്യോധനാദികൾക്ക് കൊടുത്തു. നിരായുധനായിട്ട് ഭഗവാൻ പാണ്ഡവപക്ഷത്ത് ചേർന്നു. പിന്നെ ആ ധർമ്മപുത്രരുടെ ആവശ്യപ്രകാരം ദൂതനായിട്ട് ഹസ്തിനപുരത്ത് എത്തി. അവിടെ വച്ച് യഥാച പാർത്ഥപ്രഹിത സഭായാം ജഗദ്ഗുരുർയാനി ജഗാത കൃഷ്ണ. ആ ധർമ്മപുത്രരുടെ പ്രേരണ കൊണ്ടാണ് ഹസ്തിനപുരത്തിലെത്തി ലോകഗുരുവായിട്ടുള്ള സർവത്തിൻ്റെയും നാഥനായിട്ടുള്ള ഭഗവാൻ ആ കൗരവസഭയിൽ പാണ്ഡവന്മാർക്ക് വേണ്ടി യാചിച്ചു. ജഗദ്ഗുരുർ യാതി ജഗാത കൃഷ്ണ. ജഗദ്ഗുരുർ യാനി ജഗാത കൃഷ്ണ. യാചിച്ചു എന്നാണ്. ജഗദ്ഗുരുവായിട്ടുള്ള ഭഗവാൻ യാചിച്ചു, കെഞ്ചി അപേക്ഷിച്ചു. പകുതി രാജ്യം അവർക്ക് അവകാശപ്പെട്ടതല്ലേ ദുര്യോധന,
പകുതി കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും ഒരു 5 ദേശങ്ങളെങ്കിലും കൊടുക്കൂ. അതിനും പറ്റില്ലെങ്കിൽ 5 ഗൃഹങ്ങൾ കൊടുക്കൂ. അതിനും മടിയെങ്കിൽ 5 കൂടി ഒരു സദനം നാട്ടിൽ ഒരു ഭാഗത്തു കൊടുക്ക നീ. ഇനിയിപ്പോൾ 5 ഗൃഹം കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും ഒരു വീടെങ്കിലും വച്ചു കൊടുക്കൂ. പറ്റില്ല കൃഷ്ണ, സൂചി കുത്താൻ പോലുള്ള സ്ഥലം കൊടുക്കില്ലെന്ന് ഉറപ്പിച്ചു. പാണ്ഡവന്മാർക്ക് വേണ്ടി അമൃതൊഴുകുന്ന വാക്കുകളിലൂടെ ഭഗവാൻ പാണ്ഡവന്മാർക്ക് വേണ്ടി അപേക്ഷിച്ചു. സഭയിലുണ്ടായിരുന്ന ദുര്യോധനൊഴികെയുള്ള എല്ലാവർക്കും ഭഗവാൻ പറയണത് ന്യായമാണെന്ന് തോന്നി. എന്നാൽ ദുര്യോധനൻ മാത്രം അത് കേട്ടില്ല. സഭയിൽ വച്ച് ഭഗവാനെ അപമാനിച്ചു. ഭഗവാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. യുദ്ധം തീർച്ചയായി. ധൃതരാഷ്ട്രക്ക് ഉറക്കം നഷ്ടപ്പെട്ടു. യുദ്ധമുണ്ടായാൽ തൻ്റെ പുത്രന്മാർ പരാജയപ്പെടുമെന്നോർത്ത് അസ്വസ്ഥനായി. വിതുരനെ വിളിച്ചു വരുത്തി തൻ്റെ പുത്രന്മാരെ രക്ഷിക്കാൻ എന്ത് മാർഗം എന്ന് ചോദിക്കുമ്പോൾ ആ വിതുരൻ പറഞ്ഞു, സയേഷ ദോഷ പുരുഷദ്വിടാസ്തേ ഗൃഹാൻ പ്രവിഷ്ടോയമപത്യമത്യാം പുഷ്ണാസി കൃഷ്ണാൽ വിമുഖോ ഗതശ്രീ ത്യജാശ്വശൈവം കുലകൗശലായ. ജ്യേഷ്ഠ, അവിടുത്തെ പുത്രന്മാർ 100 പേര്. അതിൽ 99 പേരെ രക്ഷിക്കാനുള്ള മാർഗം ഒന്നേ ഉള്ളൂ. എന്താ വിതുര? വേറൊന്നുമല്ല, ആ മൂത്ത പുത്രൻ ആ ദുര്യോധനെ നാട് കടത്തിയാൽ ബാക്കിയുള്ളവരൊക്കെ രക്ഷപ്പെടും. ഒറ്റ കാര്യമുള്ളതാണ്. അപ്പം 99 പേരെ രക്ഷിക്കാൻ ഈ ദുര്യോധനെ നാട് കടത്തിയാൽ മതി എന്ന് പറയുന്നത് കേൾക്കുമ്പോഴാണ് ക്രുദ്ധനായ ദുര്യോധനൻ കയേന മാത്രോപജുഹാവജിഗ്മം ദാസ്യാസുതം യദ്ബലിനൈവ പുഷ്ട തസ്മിൻ പ്രതീപരകൃത്യാസ്തേ നിർവാസ്യതാവാശു പുരശ്വസാനാം. ഇയാളെപ്പോൾ ആരങ്ങോട്ട് വിളിച്ചത്? ഈ ദാസീപുത്രനെ ആരാണിപ്പോൾ വിളിച്ചത്? കയേന മാത്രോപജുഹാവ. ഇയാളെ പിടിച്ചു പുറത്താക്കൂ. ഇത് കേൾക്കുന്ന വിതുരൻ ഇത് തന്നെയാണ് ഏറ്റവും നല്ല അവസരം എന്ന് കരുതി പോകാൻ പലവട്ടം പുറപ്പെട്ടതാണ്. പക്ഷേ പിന്നെയും ആ ജ്യേഷ്ഠനെയും ഗാന്ധാരിയും ഓർത്ത് അവർക്ക് മറ്റാരുമില്ലല്ലോ എന്ന് കരുതിയിട്ട് കഴിഞ്ഞതാണ്. എന്നാൽ ഇതിൽ പര ഒരു സുവർണാവസരമില്ലെന്ന് കണക്കാക്കിയ വിതുരൻ അവിടെ വിട്ടു പോകാൻ തീരുമാനിച്ചു. സ്വന്തം പുത്രൻ സ്വന്തം അനുജനെ നിന്ദിക്കുന്നത് കണ്ടിട്ട് അത് തടയാൻ ശ്രമിക്കാത്ത, ഒരക്ഷരം പോലും പറയാത്ത ആ ജ്യേഷ്ഠൻ്റെ അടുക്കൽ ഇനി നിൽക്കണ്ടെന്ന് കണക്കാക്കി. ഇങ്ങനെ പറയരുത് എന്ന് പറയാൻ പോലും മുതിരാത്ത ആ ജ്യേഷ്ഠൻ്റെ അടുക്കൽ നിൽക്കണ്ടെന്ന് കണക്കാക്കി വിതുരൻ അവിടെ നിന്ന് വിട്ടുപോയി. നല്ലൊരു സന്യാസിയെപ്പോലെ ആരോടും ഒരക്ഷരം മിണ്ടാതെ പരിചയമുള്ളവരെയൊക്കെ കാണുമ്പോൾ വഴി മാറി നടന്ന് അദ്ദേഹം പോയി. അങ്ങനെ അനവധി പുണ്യസ്ഥലങ്ങളൊക്കെ സന്ദർശിച്ചു, തീർത്ഥാടനം ചെയ്തു. ഗാം പര്യടൻ മേധ്യവിവിക്തവൃത്തി സദാ പ്ലുതോധശയനോവധൂത അലക്ഷിത സ്വൈരവധൂതവേഷോ വൃതാനി ചേരേ ഹരിതോഷണാനി. ഭൂമിയിൽ പല സ്ഥലങ്ങളിലൊക്കെ സഞ്ചരിച്ച് തീർത്ഥങ്ങൾ തോറും സ്നാനം ചെയ്ത് മണ്ണിൽ കിടന്നുറങ്ങി ദേഹാദികളിലൊരു ശ്രദ്ധയില്ലാതെ അവധൂതനെ പോലെ മരവുരി ധരിച്ച് സ്വന്തം ആളുകളാൽ കഷ്ടപ്പെടാതെ കാണപ്പെടാതെ അവരെന്നും ഇനി കാണണ്ടെന്ന് വിചാരിച്ച് ഭഗവാന്റെ ഇഷ്ടത്തിന് വേണ്ടി മാത്രം കർമ്മം ചെയ്തു എന്നാണ്. എന്താ ചെയ്താലാണോ ഭഗവാൻ സന്തോഷിക്കുന്നത് അതുമാത്രം ചെയ്തുകൊണ്ട് സഞ്ചരിച്ചു.
വ്രതാനി ചേരേ ഹരിതോഷണാനി. ഭഗവാൻ സന്തോഷിക്കാൻ എന്ത് ചെയ്യണോ അതുമാത്രം ചെയ്തുകൊണ്ട് അങ്ങനെ സഞ്ചരിക്കുമ്പോഴാണ് സഞ്ചരിച്ച് എവിടെ എത്തി? യമുനാ തടത്തിലെത്തി എന്നാണ്. തതസ്ത്വതിവ്രജ സുരാഷ്ട്രവൃദ്ധം സൗവീരമത്സ്യാൻ കുരുജാംഗലാംശ്ച കാലേന താവത് യമുനാമുപേത്യ തത്രോദ്ധവം ഭാഗവതം ദദർശ. സമൃദ്ധമായ സുരാഷ്ട്രം, സൗവീരം, മത്സ്യം, കുരുജാങ്കലം ഈ ദേശങ്ങളൊക്കെ കടന്ന് കുറച്ച് ദിവസം കൊണ്ട് യമുനാതടത്തിലെത്തുമ്പോഴാണ് ഭാഗവതോത്തമനായ ഭക്തോത്തമനായ ഉദ്ധവരെ കണ്ടു. തത്രോദ്ധവം ഭാഗവതം ദദർശ. ആ യമുനാതട തീരത്ത് വച്ച് ഉദ്ധവരെ കണ്ടു. അനവധി കാലമായി, വർഷങ്ങളായി ഹസ്തിനപുരത്ത് നിന്നും പോന്നിട്ട് 36 വർഷം കഴിഞ്ഞു. കെട്ടി അങ്ങോട്ട് പിടിച്ചു. സ വാസുദേവാനുചരം പ്രശാന്തം ബൃഹസ്പതേഃ പ്രാപ്തനയം പ്രതീതം ആലിംഗ്യഗാഢം പ്രണയേന ഭദ്രം സ്വാനാം അപൃച്ഛൽ ഭഗവൽ പ്രജാനാം. ബൃഹസ്പതി ശിഷ്യനാണ് ഉദ്ധവർ. ശിഷ്യോ ബൃഹസ്പതേ സാക്ഷാൽ ഉദ്ധവോ ബുദ്ധിസത്തമ. പ്രസിദ്ധനാണ് അദ്ദേഹം, പരമശാന്തനാണ്, ഭഗവാന്റെ പ്രിയദാസനാണ്. അങ്ങനെയുള്ള ആ ഉദ്ധവരെ കെട്ടി അങ്ങോട്ട് പിടിച്ചു. തൻ്റെ ആ ബന്ധുക്കളെക്കുറിച്ചൊക്കെ കുശലം ചോദിച്ചു. ആലിംഗ്യഗാഢം പ്രണയേന ഭദ്രം സ്വാനാം അപൃച്ഛൽ ഭഗവൽ പ്രജാനാം. തൻ്റെ ബന്ധുക്കളെക്കുറിച്ചൊക്കെ ഇങ്ങോട്ട് ചോദിച്ചു. അങ്ങനെ ചോദിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ചോദിച്ച് ഭഗവാനെ കുറിച്ച് ചോദിക്കണു. പാണ്ഡവന്മാരെക്കുറിച്ചും കൗരവന്മാരെക്കുറിച്ചൊക്കെ ചോദിക്കുമ്പോൾ അവിടെ പറഞ്ഞു, യുദ്ധമൊക്കെ കുരുക്ഷേത്രത്തിൽ നടക്കണു, ഭഗവാനും അവിടെയുണ്ട്. ഇതൊന്നും അതൊക്കെ അറിഞ്ഞിട്ടും അത് നടിക്കാതെയാണ്, അത് അറിഞ്ഞതായിട്ട് കേട്ടതായിട്ട് നടിക്കാതെയാണ് അദ്ദേഹം തീർത്ഥങ്ങളിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചത്. അങ്ങനെ ചോദിച്ചിട്ടാണ് ഇപ്പോൾ ചോദിക്കുകയാണ് ആ ജ്യേഷ്ഠനെക്കുറിച്ച്, ധൃതരാഷ്ട്രയെക്കുറിച്ച് ചോദിച്ചു, ഭഗവാനെക്കുറിച്ച് ചോദിച്ചു. ആ ജ്യേഷ്ഠനെക്കുറിച്ച് ചോദിക്കുമ്പോൾ പറയാണ്, സൗത്യാനുശോചേതമഥ പദന്തം ഭ്രാത്രേ പരേതായ വിദുദ്രുഹേയ. തൻ്റെ ജ്യേഷ്ഠൻ എങ്ങനെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? തൻ്റെ പുത്രൻ്റെ കൊള്ളരുതായ്മകൾക്കൊക്കെ കൂട്ടുനിന്നു, ഒരക്ഷരം പോലും പറയാതെ. എന്ത് തെറ്റ് ചെയ്താലും അതിനെയൊക്കെ അനുകൂലിച്ചു എന്നാണ്, അങ്ങനെ അധപ്പതിച്ചു എന്നാണ്. സൗമ്യാനുശോചേത്തം അധപ്പതന്തം. പുത്രവാത്സല്യം മുടുത്ത് പുത്രൻ്റെ തെറ്റുകളെയൊക്കെ മറന്ന് അവൻ ഞങ്ങൾ ഇഷ്ടപ്പെട്ടു. അതിലേറ്റവും വലിയ ഉദാഹരണമാണ് ഈ ധൃതരാഷ്ട്ര. ഇത്ര പുത്രവാത്സല്യം വേറൊരാൾക്കുണ്ടായിട്ടില്ല എന്നാണ്. അങ്ങനെ തന്നെ അധപ്പതിച്ചു, എല്ലാം നശിച്ചു എന്നാണ്. അങ്ങനെ ആ ധൃതരാഷ്ട്രയെക്കുറിച്ചും ബന്ധുജനങ്ങളെക്കുറിച്ചൊക്കെ ചോദിച്ച് അവിടുത്തെ അവസ്ഥയെക്കുറിച്ചൊക്കെ ചോദിച്ചിട്ട് പിന്നെ തോന്നുകയാണ്, എന്തിനാ അപ്പം ഇതൊക്കെ കേൾക്കണത്? അല്ല ഉദ്ധവ, അതൊന്നും എനിക്കിനി കേൾക്കണ്ട. അർത്ഥായ ജാതസ്യ യദുഷ്വജസ്യ വാർത്താം സഖേ കീർത്തയ തീർത്ഥകീർത്തേ. എനിക്കിനി മറ്റൊരാളുടെ കഥ എനിക്കിനി കേൾക്കണ്ട.
ഹേ ഉദ്ധവ, തൻ്റെ ശാസനത്താൽ കഴിയുന്നവരും ശരണാഗതരുമായിട്ടുള്ള ലോകന്മാരന്മാരുടെ കാര്യത്തിന് യദുകുലത്തിൽ വന്ന് പിറന്നവനായ, അവതരിച്ചവനായ, ജന്മരഹിതനായിട്ടുള്ള പുണ്യകീർത്തിയായിട്ടുള്ള ഭഗവാന്റെ ലീലകൾ എനിക്ക് വിസ്തരിച്ച് പറഞ്ഞു തരൂ. വാർത്താം സഖേ കീർത്തയ തീർത്ഥകീർത്തേ. ചോദിച്ചെങ്കിൽ അതൊന്നും ഇനി എനിക്ക് കേൾക്കണ്ട, ആ ഭഗവാന്റെ ദിവ്യ ലീലകളെ എനിക്ക് പറഞ്ഞു തരൂ എന്ന് പറയുമ്പോഴാണ് ഉദ്ധവർ പറയാൻ തുടങ്ങി വിദുരമഹാശിയോട്, ഏറ്റവും ഭാഗ്യദോഷികളാണ് ഈ യാദവന്മാരെന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങാൻ. ഈ ലോകം തന്നെ ഭാഗ്യം കെട്ടതാണ്, അതിലേറ്റവും ഭാഗ്യം കെട്ടവരാണ് ഈ യാദവന്മാരെന്ന് പറഞ്ഞ് ഭഗവാന്റെ മഹിമയെ അവർക്ക് പോലും, ആ കുലത്തിൽ വന്ന് പിറന്നിട്ടും അവർക്ക് പോലും മനസ്സിലാക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അടുത്ത അധ്യായത്തിലേക്ക് കടക്കുന്നത്. നാരായണ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. സജ്ജനങ്ങളെ, 3-ാമത്തെ സ്കന്ധത്തിൽ 1-ാമത് അധ്യായമാണ് നമ്മൾ കേട്ടത്. വാർത്താം സഖേ കീർത്തയ തീർത്ഥകീർത്തേ എന്ന് പറഞ്ഞാണ് ഇവിടെ അവസാനിപ്പിച്ചത്. ഉദ്ധവരോട് വിതുരൻ ചോദിക്കുകയാണ്, ആ ഭഗവാന്റെ ദിവ്യ കഥകളെ എനിക്ക് വിസ്തരിച്ച് പറഞ്ഞു തരൂ ഉദ്ധവ. ശ്രീകൃഷ്ണ ഭക്തന്മാരിൽ അതിപ്രധാനിയാണ് വിതുരൻ. വിതുരൻ്റെ ചോദ്യം കേട്ട ഉദ്ധവൻ ശ്രീകൃഷ്ണ വിരഹാഗ്നിയിൽ വളരെ നേരത്തേക്ക് മറുപടിയൊന്നും പറയാൻ കഴിയാതെ നിന്നു. ഒരു നൂറ്റാണ്ടുകാലം പ്രധാനമന്ത്രിയായിരുന്ന് ഭഗവത്പാദ ശുശ്രൂഷ ചെയ്യാൻ ഭാഗ്യം സിദ്ധിച്ച ആളാണ് ബൃഹസ്പതി ശിഷ്യനായ ഉദ്ധവർ. ആ ഉദ്ധവർക്ക് ഇത്ര ഭക്തി ഉണ്ടായതിൽ യാതൊരു അത്ഭുതവുമില്ല. കുറേ നേരത്തിന് ശേഷമാണ് വളരെ പ്രയാസപ്പെട്ട് മറുപടി പറയാൻ തുടങ്ങി. കൃഷ്ണദ്യുമണി നിമ്ലോചേ ഗീർണേഷ്വജഗരേണഃ കിന്നു ന കുശലം ബ്രൂയാം ഗതശ്രീഷു ഗൃഹേഷ്വഹം. ഹേ വിതുര, ശ്രീകൃഷ്ണനാകുന്ന സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞു. യാദവകുലത്തെ മുഴുവനും കാലമാകുന്ന സർപ്പം ഗ്രസിച്ചു കഴിഞ്ഞു. അങ്ങനെയുള്ളവരെക്കുറിച്ച് ഞാനിനി എന്തു പറയാനാണ്? ദുർഭഗോപതലോകോയം യഥവോ നിതരാമപി യേ സംവസന്തോ ന വിദുർഹരിം മീനായി ഓടുപം. ഈ ലോകം തന്നെ ഭാഗ്യം കെട്ടതാണ്. പ്രത്യേകിച്ചും ഏറ്റവും ഭാഗ്യം കെട്ടവരാണ് ഈ യാദവന്മാർ. സച്ചിദാനന്ദ സ്വരൂപനായിട്ടുള്ള ഭഗവാനെ അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. സർവജീവജാലങ്ങൾക്കും ഏകാവലംബമായ ഭഗവാനെ കേവലം ഒരു യാദവനായിട്ട് മാത്രം കണ്ടു. കഷ്ടം. പുണ്യലേശം ഇല്ലാത്തവർക്ക് കൂടി തൻ്റെ സച്ചിദാനന്ദ രൂപത്തെ ഭഗവാൻ കാണിച്ചു കൊടുത്തു കൃഷ്ണാവതാരത്തിൽ. ആ സ്വരൂപം എത്ര കണ്ടാലും ആർക്കാണ് മതി വരിക? ആ ഭഗവാന്റെ കഥ എത്ര കേട്ടാലും ആർക്കാണ് മതി വരണത്? അഖമകലും അഖില ജഗദാധിപതി കഥാമൃതം ആജീവനാന്തം മുഷിച്ചിലുണ്ടായി വരാ. ജീവനുള്ളിടത്തോളം കാലം ആ ഭഗവാന്റെ ദിവ്യകഥകളെ ആർക്കാണ് മതിയായി എന്ന് തോന്നണത്? ആ കരുണാമയനായ ഭഗവാന്റെ വിരഹം ഞാൻ എങ്ങനെ സഹിക്കും വിതുര? ഭക്തന്മാരെ ആനന്ദിപ്പിക്കാൻ അദ്ദേഹം ചെയ്ത ഓരോരോ ലീലയും ഇന്ന് എന്നെ വല്ലാതെ വേദനിപ്പിക്കുകയാണ്.
സ്വശാന്തരൂപേഷിതരൈ സ്വരൂപൈരഭ്യർദ്യമാനേഷു അനുകമ്പിതാത്മാ പരാവരേശോ മഹദംശയുക്ത ഹ്യജോപി ജാതോ ഭഗവാൻ യഥാഗ്നി. ശാന്തവും അശാന്തവുമായ തൻ്റെ സ്വരൂപങ്ങളിൽ വച്ച് ശാന്തരൂപങ്ങൾ അശാന്തരൂപങ്ങളാൽ പീഡിപ്പിക്കപ്പെടുമ്പോൾ ഭഗവാൻ ജനനമരണങ്ങൾക്ക് വിധേയനല്ല എങ്കിൽ പോലും ജന്മാതിവികാരരഹിതനാണെങ്കിലും അനുകമ്പാപരവശനായിട്ട് യോഗമായി അവലംബിച്ച് സ്വീകരിച്ച് എങ്ങനെയാണോ അഗ്നി വിറകിൽ നിന്ന് പുറത്തു വരുന്നത് പോലെ ഭഗവാൻ ഇവിടെ ആവിർഭവിച്ചു. മാം ഖേദയത്യേതദജസ്യ ജന്മവിഡംബനം യദ്വസുദേവഗേഹേ വ്രജേജ വാസോരിഭയാദിവസ്വയം പുരാദ്യവാത്സീൽ യദനന്ദവിദ്യ. ജന്മരഹിതനായ ഭഗവാന്റെ ആ അവതാരത്തെക്കുറിച്ച് പറയാണ്. എവിടെയാണ് ജനിച്ചത്? വസുദേവഗൃഹത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ജന്മവും ഭയത്താൽ എന്ന പോലെ ഗോകുലത്തിൽ ചെന്നുള്ള പിന്നെ വാസവും ഭയപ്പെട്ടെന്ന പോലെ മധുരയിൽ നിന്ന് ഒളിച്ചോട്ടവും എന്നെപ്പോലും വ്യാമോഹത്തിലാഴ്ത്തുന്നു വിതുര. പറയാണ് അവിടുന്ന്, ദുനോതി ചേതസ്മരതോ മമൈതല്യതാഹ പാദൗ അഭിവന്ദ്യ പിത്രോഹോ ധാതാംബ കംസാദുരുശങ്കിതാനാം പ്രസീദതാം നുഅകൃത നിഷ്കൃതീനാം. മാതാപിതാക്കളുടെ പാദങ്ങൾ വന്ദിച്ച് അമ്മേ അച്ഛ കംസനിൽ നിന്ന് ഭയപ്പെടുന്നവരും അതുകൊണ്ട് തന്നെ നിങ്ങളെ ശുശ്രൂഷിക്കുവാൻ കഴിയാത്തവരുമായി തീർന്ന ഞങ്ങളുടെ നേർക്ക് പ്രസാദിച്ചാലും എന്ന് ആ അച്ഛനമ്മമാരെ ഓർത്തു പറയുന്ന ആ കൃഷ്ണനെ കുറിച്ച് ഓർക്കുമ്പോൾ, രാമകൃഷ്ണന്മാരെ കുറിച്ച് ഓർക്കുമ്പോൾ എൻ്റെ മനസ്സ് വല്ലാതെ ദുഃഖിക്കുകയാണ്. ഭക്തിലേശമില്ലാത്തവർക്ക് പോലും അനുഗ്രഹം ചെയ്യണു. എവിടെ വച്ചാണ്? ദൃഷ്ട്വാ ഭവദ്ഭിർനനു രാജസൂയേ ചൈദ്യസ്യ കൃഷ്ണം തിഷതോപി സിദ്ധി യാം യോഗിന സംസ്പൃഹയന്തി സമ്യക് യോഗേന കസ്തദ് വിരഹം സഹേത. രാജസൂയ ശാലയിൽ വച്ച് കൃഷ്ണനെ ദ്വേഷിക്കുന്ന ശിശുപാലന് പോലും മോക്ഷം കൊടുത്തു. പ്രത്യക്ഷ മോക്ഷമാണ് കൊടുത്തത്. ഇതെല്ലാവരും കണ്ടു. യോഗികൾക്ക് പോലും കിട്ടാത്തതാണ് ആ അത്രമാത്രം ശ്രേഷ്ഠമായിട്ടുള്ള മുക്തി അദ്ദേഹത്തിന് കിട്ടി. അങ്ങനെയുള്ള അദ്ദേഹത്തിൻ്റെ വിരഹം ആർക്ക് സഹിക്കാൻ സാധിക്കും? എല്ലാത്തിനും ത്രിമൂർത്തികൾക്കും നിയന്താവും സ്വസ്വരൂപ ആനന്ദ അനുഭവത്താൽ ആപ്തകാപനും സാമ്യ അതിശയമില്ലാത്തവനും ബലിയർപ്പിക്കുന്ന ബ്രഹ്മാദി ലോകപാലന്മാരെല്ലാം തങ്ങളുടെ കിരീടം കൊണ്ട്
കിരീട അഗ്രം കൊണ്ട് സ്തുതിക്കപ്പെടുന്ന പാദപീഠത്തോടു കൂടിയവനുമായി ഭവിക്കുന്നു. ആ സർവേശ്വരൻ സ്വയം നിന്നുകൊണ്ട് സിംഹാസനത്തിലിരിക്കുന്ന ഉഗ്രസേനനോട് ദേവ ധരിച്ചാലുമെന്ന് വിനയത്തോടെ അപേക്ഷിക്കുന്നു. സ്വയം ദ്വസാമ്യാതിശയസ്ത്രധീശസ്വരാജ്യലക്ഷ്മ്യാപ്തസമസ്തകാമ ബലിം ഹരദ്ഭിശ്ചിരലോകപാലൈ കിരീടകോഠ്യേടിതപാദപീഠ തത്തസ്യ കൈങ്കര്യമം അലംഭൃതാന്നോ വിഗ്ലാപയത്യങ്കയതുഗ്രസേനം തിഷ്ഠൻ നിഷണ്ണം പരമേഷ്ഠിധിഷ്ണ്യേ നബോധയദ്ദേവനിധാരയേതി. ഒരു ദാസനെ പോലെ ആ ഉഗ്രസേനൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് ഉഗ്രസേനെ സിംഹാസനത്തിൽ ഇരുത്തിക്കൊണ്ട് ഹേ ദേവ അവിടുന്ന് ധരിച്ചാലുമെന്ന് വിനയത്തോടെ അപേക്ഷിക്കുന്നു. അവിടുത്തെ ആ ദാസഭാവം ദാസന്മാരായ ഞങ്ങളെ മോഹിപ്പിക്കണു. പിന്നെയും പറയാണ്, അഹോ ബകീയം സ്തനകാളകൂടം ജിഘാംസയാപായതപ്യസാധ്വീ ലേഭേ ഗതിം ധാതൃചിതാം തതോന്യം കം വാ ദയാലും ശരണം വ്രജേമ. ആ പൂതനയ്ക്കു പോലും കൊല്ലാൻ ആഗ്രഹിച്ചാണെങ്കിലും തന്നെ സമീപിച്ച ആ പൂതനയ്ക്കു പോലും പരമഗതിയെ കൊടുത്തു. അത്രയ്ക്ക് കൃപാസാഗരനായ ആ ഭഗവാനെ വിട്ട് മറ്റാരെ ശരണം പ്രാപിക്കും ഞങ്ങൾ? പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയാണ്, ഭൂമിക്ക് മംഗളം ചെയ്യാൻ ആഗ്രഹിച്ച് ബ്രഹ്മദേവനാൽ പ്രാർത്ഥിതനായിട്ട് കംസന്റെ കാരാഗ്രഹത്തിൽ വസുദേവ ദേവകി ദമ്പതിമാരുടെ പുത്രനായിട്ട് അവതരിച്ചു. പിന്നീട് ഗോകുലത്തിൽ ചെന്നു. ഏതാണ്ട് 11 സംവത്സരക്കാലം തൻ്റെ ദിവ്യപ്രഭാവം മറച്ച് ജ്യേഷ്ഠനോടുകൂടി താമസിച്ചു അവിടെ. ഏകാദശ സമാസ്തത്ര ഗൂഢാർത്ഥിസബലോസൽ. ഏതാണ്ട് 11 വർഷക്കാലം അവിടെ അങ്ങനെ കഴിച്ചുകൂട്ടി. പിന്നെ ആ വൃന്ദാവനത്തിൽ, യമുനാതീരത്തിൽ വൃന്ദാവനത്തിൽ ഗോപന്മാരാൽ ചുറ്റപ്പെട്ടുകൊണ്ട് പശുക്കുട്ടികളെ മെച്ചുകൊണ്ട് വിഹരിച്ചു. ആ ഗോകുലവാസികൾക്കെല്ലാം അത്യാനന്ദം കൊടുക്കുന്ന ലീലകൾ ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് കരയുന്നവരെയും ചിരിപ്പിക്കുന്നവനെ പോലെയും സർവരെയും മോഹിപ്പിച്ച് വിഹരിച്ചു. ആ വിഹാരം ആ വൃന്ദാവന വിഹാരിയായി സഞ്ചരിക്കണു. ആ ലക്ഷ്മീകാന്തനായ രമാകാന്തനായ ഭഗവാൻ പശുക്കളെയും കാളകളെയും പശുക്കുട്ടികളെയൊക്കെ മെച്ചുകൊണ്ട് ഓടക്കുഴലെടുത്ത് ശബ്ദിച്ചുകൊണ്ട് ഗോപഗോപികമാരെ ആനന്ദിപ്പിച്ചുകൊണ്ട് ആ യമുനാതീരത്തുകൂടി വിഹരിച്ചു. കംസൻ വിട്ടവരെ മുഴുവനും പ്രളംബകചാണൂരതൃണാവർത്തമഹാശനൈ മുഷ്ടികാരിഷ്ടദ്വിവിധ പൂതനാകേശിധേനുകൈ അന്യൈ അസുരഭൂപാലൈ ബാണഭൗമാതിബിർഹരേ. എത്ര പേരേക്കാ?
യദൂനാം കഥനം ചക്രേ ബലിം ആഗധ സംശയ എന്നൊക്കെ ദശമസ്കന്ധത്തിൽ പറയും. പൂതന മുതൽ തുടങ്ങി എത്രയോ എത്രയോ പേരെ, എത്രയോ അസുരന്മാരെയെല്ലാം കുട്ടികളൊരു പാവക്കളിയിൽ ആ പാവകളെ നിഗ്രഹിക്കുന്നത് പോലെ നിഷ്പ്രയാസം അവരെ നിഗ്രഹിച്ചു, അവർക്കും മോക്ഷം കൊടുത്തു. അതേപോലെ തന്നെ വിപന്നാൻ വിഷപാനേന നിഗൃഹ്യ ഭുജഗാധിപം ഉത്ഥാപ്യാപായയത് ഗാവസ്തത്തോയം പ്രകൃതിസ്ഥിതം. വിഷജലം കുടിച്ചു മരിച്ച പശുക്കുട്ടികളെയും ഗോപകുമാരന്മാരെയും തൻ്റെ അമൃതം ചൊരിയുന്ന കടാക്ഷത്താൽ എഴുന്നേൽപ്പിച്ചു, ജീവിപ്പിച്ചു. കാളിയൻ്റെ അഹങ്കാരം ശമിപ്പിച്ചു. പിന്നെയും യജ്ഞങ്ങൾ ചെയ്യിപ്പിച്ചു തൻ്റെ പിതാവിനെ കൊണ്ട്. ഹേ വിതുര, വർഷതീന്ദ്രേ വ്രജക്കോപാത് ഭഗ്നമാനേതി വിഹ്വല ഗോത്രലീലാതപത്രേണാത്രാതോ ഭദ്രാനുഗൃണ്ണതാം സരസശിഖരൈർമൃഷ്ടം മാനയൻ രജനീമുഖം ഗായൻ കളപദം രേമേ സ്ത്രീണാം മണ്ഡലമണ്ഡനാം. ഹേ വിതുര, ദേവേന്ദ്രൻ അഹങ്കാരമെല്ലാം ശമിച്ച് എങ്ങനെയാ ആ ശമിപ്പിക്കാൻ വേണ്ടിയിട്ട്, ഗോകുലത്തെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് പേമാരി ചൊരിയിപ്പിച്ചപ്പോൾ പർവ്വതത്തെ ഉയർത്തി ഗോകുലവാസികളെ, ഗോകുലത്തെ മുഴുവൻ രക്ഷിച്ചു. അങ്ങനെ ആ ദേവേന്ദ്രൻ്റെ അഹങ്കാരം ശമിപ്പിച്ചു. ആ പർവ്വതത്തെ കുടയായി ആക്കി പിടിച്ചതൊക്കെ ഞാനിങ്ങനെ ഓർക്കണു. ഗോത്രലീലാതപത്രേണ ത്രാത്തോ ഭദ്രാനുഗൃണ്ണത. കുടയായി പിടിച്ചു എന്നാണ് ഗോകുലത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ശരൽക്കാലത്ത് ചന്ദ്രികാമസൃണമായ സായാഹ്നത്തെ മാനിച്ചുകൊണ്ട് മനോഹരമായി വേണുഗാനം ചെയ്തുകൊണ്ട് ആ ഗോപികമാരുടെ മധ്യത്തിൽ രമിച്ചു കൊടുന്ന് ഗായൻ കളപദം രേമേ സ്ത്രീണാം മണ്ഡലമണ്ഡന. ആ സ്ത്രീ സമൂഹ മധ്യത്തിൽ അദ്ദേഹം രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആ കഴിഞ്ഞ കാലത്തെ സ്മരിക്കണു. തുടർന്നുകൊണ്ടിരിക്കുകയാണ് നാരായണ. അങ്ങനെ ഗോപികമാരൊത്ത് രമിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടാമത് അധ്യായം അവിടെ പൂർത്തിയായി. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. മൂന്നാമത്തെ സ്കന്ധത്തിൽ രണ്ടാമത് അധ്യായമാണ് നമ്മൾ കേട്ടത്. വിദുരോദ്ധവ സംവാദമാണ് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഭഗവാന്റെ വേണുഗാനത്തെയും ഓർമ്മിച്ചുകൊണ്ട്, ആ വേണുഗാനം മുഴക്കിക്കൊണ്ട് ഗോപികമാരുമൊത്ത് രമിക്കുന്ന രംഗത്തെ സ്മരിച്ചുകൊണ്ടാണ് രണ്ടാമത്തെ അധ്യായം സമർപ്പിച്ചത്. മൂന്നാമത്തെ അധ്യായത്തിൽ ഭഗവാന്റെ വിക്രമങ്ങളും മഹത്വമൊക്കെയാണ് വർണ്ണിക്കുന്നത്. തതസ്സ ആഗത്യപുരം സ്വപിത്രോ ചികീർഷയാശം ബലദേവ സംയുതാം നിപാത്യ തുങ്കാൽ രിപുയൂഥനാഥം ഹതം വ്യഗർഷൻ വ്യസുമോജസോർവ്യാം.
ഉദ്ധവര് വിതുര മഹാശയനോട് പറയാണ്, ഹേ വിതുര, ജ്യേഷ്ഠനായ ബലരാമസ്വാമിയോടുകൂടി മധുരയിൽ നിന്ന് നിഷ്പ്രയാസം കംസനെയും മല്ലന്മാരെയൊക്കെ കൊന്ന് എല്ലാവർക്കും സമാധാനം ഉണ്ടാക്കി കൊടുത്തില്ലേ? ആ അച്ഛനമ്മമാരെ കാരാഗൃഹത്തിൽ നിന്ന് മോചിപ്പിച്ചില്ലേ? അത്ഭുതമല്ലേ? കാരാഗൃഹത്തിൽ നിന്ന് അച്ഛനമ്മമാരെ മോചിപ്പിക്കുകയും ഉഗ്രസേനെയും കാരാഗൃഹത്തിൽ നിന്ന് മോചിപ്പിച്ച് മധുരയുടെ ആ രാജാവായിട്ട് വാഴിച്ചു. എത്ര അത്ഭുതകരമാണ്! പിന്നെ ആ പിതാവ് വസുദേവര് സന്ദീപനെ സകൃൽ പ്രോക്തം ബ്രഹ്മാധിത്യ സവിസ്തരം തസ്മൈ പ്രാതാദ്വരം പുത്രം മൃതം പഞ്ചജനോദരാത്. സാന്ദീപനി മഹർഷിയിൽ നിന്നും 64 ദിവസം കൊണ്ട് സകല കലകളും പഠിച്ചു. ചതുഷ്ടി കലാമയി, 64 കലകളാണെന്നൊക്കെയാണ് ആകെയുള്ളതെന്നാണ് ലളിതാ സഹസ്രാമം. അങ്ങനെ സർവ കലകളും പഠിച്ചു. വിദ്യാപാരംഗതനായി. ഭഗവാനൊന്നും അറിയാഞ്ഞിട്ടൊന്നും അല്ല ഇവിടെ വിദ്യാഭ്യാസത്തിന് പോയത്. എന്തിനാണ്? ഈ ഭൂമിയിൽ മനുഷ്യജന്മം എടുത്താൽ ആരാണെങ്കിലും ഒരു ഗുരുവിനെ ആശ്രയിക്കണം, ഗുരുവിൻ്റെ ഉപദേശം തേടണം എന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ 64 ദിവസം കൊണ്ട് സർവവിദ്യാപാരംഗതനായി വിദ്യാഭ്യാസം ആക്കുമ്പോൾ ഗുരുനാഥനോട് എന്ത് ദക്ഷിണയാണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുകയാണ്. അപ്പോഴാണ് അവിടുന്ന് പറയണത്, മരിച്ചുപോയ പുത്രനെ ഒന്ന് കണ്ടാൽ കൊള്ളാമെന്ന് ഗുരുപത്നിക്കൊരു മോഹം. ഇതറിഞ്ഞതും ആ മരിച്ചുപോയ ഗുരുപുത്രനെ യമലോകത്തു നിന്നും കൊണ്ടുവന്ന് ഗുരുദക്ഷിണ ചെയ്തതും ഓർക്കുമ്പോൾ ശ്രീകൃഷ്ണ ഭഗവാന്റെ സർവേശ്വരത്വം സ്പഷ്ടമാക്കി. വ്യക്തമാണത്. ഇത്ര ശ്രേഷ്ഠനായിട്ട് ആരുണ്ട്? ആ യമനെയും ജയിച്ചു എന്ന് കാണിച്ചു കൊടുക്കുകയാണ്. അതേപോലെ സമാഹുതാ ഭീഷ്മകന്യയായേ, എങ്ങനെ ഉണ്ടെന്നാണ്? ശ്രിയസ്സവർണേന ബുഭൂഷയേഷാം ഗാന്ധർവവൃത്യാഭിഷതാം സ്വഭാഗം ജഹ്രേ പദം മൂർധനി ദധൽ സുപർണാം. ഗരുഡൻ അമൃതകുംഭം എങ്ങനെയാ കൊണ്ടുവരണത്? അതേപോലെ നിഷ്പ്രയാസമായിട്ട് സകല രാജാക്കന്മാരുടെയും സമക്ഷത്തിൽ നിന്ന് രുക്മിണീ ദേവിയെ കൊണ്ടുവന്ന് വിധിപ്രകാരം ദ്വാരകയിൽ വച്ച് വിവാഹം നടത്തി. അത്ഭുതമല്ലേ? എത്ര അത്ഭുതകരമായിരിക്കണം! അതേപോലെ സകല ദേവന്മാരെയൊക്കെ ജയിച്ച് സ്വർഗത്തിൽ നിന്നും പാരിജാതം, നരകാസുരവധം കഴിഞ്ഞ് സത്യഭാമാദേവിയുമായിട്ട് സ്വർഗലോകത്തിൽ ചെല്ലുമ്പോൾ പാരിജാതത്തിൽ കണ്ട് മോഹിതയായ ദേവിക്ക് ആ പാരിജാതം അവിടെ നിന്ന് കൊണ്ടുവരുമ്പോൾ തടയാൻ വന്ന ആ ദേവേന്ദ്രനെ തോൽപ്പിച്ചു, പരാജയപ്പെടുത്തി. സത്യത്തിൽ ക്രീഡാ മൃഗോ നൂനമയം വധൂനാം. ഈ ദേവേന്ദ്രൻ സ്ത്രീകളുടെ വാക്കുകൾ കേട്ട് പ്രവർത്തിക്കുന്നതാണ്. അവരുടെ സന്തോഷത്തിന്, അല്ലെങ്കിൽ അവരിൽ നിന്നും സന്തോഷം കിട്ടാൻ വേണ്ടി, അവർക്ക് വേണ്ടിയിട്ട് ഒരു മൃഗത്തെ പോലെ പെരുമാറുന്ന ആളാണെന്നും കൂടി എടുത്തു പറഞ്ഞു. അങ്ങനെ ആ പാരിജാതത്തെയും കൊണ്ടുവന്നതും 16,108 വിവാഹം കഴിച്ചതും ഓരോ പത്നിമാരിലും 10 പുത്രന്മാർ വീതം ഉണ്ടായതും, പിന്നെ എല്ലാ പത്നിമാരുടെയും ഗൃഹങ്ങളിൽ എങ്ങനെ ചെന്നു എന്നാണ് പറഞ്ഞുള്ളത്? ആസാം മുഹൂർത്ത ഏകസ്മിൻ നാനാകാരേഷു യോഷിതാം
സവിധം ജഗൃഹേ പാണീനനുരൂപസ്വമായയാ. ശ്രീകൃഷ്ണ ഭഗവാൻ നാനാഗ്രഹങ്ങളിൽ ഈ 16,108 ഭാര്യമാരുടെയും ഗ്രഹങ്ങളിൽ വച്ച് ഒരേ മുഹൂർത്തത്തിൽ ഈ സ്ത്രീകളോടൊപ്പം രമിച്ചു. എന്താ, അത്രയും രൂപം എടുത്ത്. ഇപ്പം എല്ലാവരെയും അപ്പോൾ ഒരേ രൂപം തന്നെ ബഹുരൂപിയായിട്ട് മാറി എന്നർത്ഥം. അങ്ങനെ അവർക്കൊക്കെ അനുഗ്രഹം കൊടുത്തു. ഭഗവാന്റെ മഹത്വം ഇങ്ങനെ വർണ്ണിച്ചു വരികയാണ്. പിന്നെയും പറയാണ്, ഇപ്പം എത്ര രൂപയുണ്ടോ, എത്ര ഭക്തിമാരുണ്ടോ അത്രയും രൂപമെടുത്ത് അവരെയൊക്കെ അനുഗ്രഹിച്ചു. അനേക രൂപിയായിട്ട് മാറി. അനേകരൂപോ ഏകരൂപോപ്യരൂപ. ഏകരൂപനായ അവിടെ നിന്ന് ബഹുരൂപിയായി ആണ് എങ്കിലും യഥാർത്ഥത്തിൽ രൂപമൊന്നും ഇല്ല താനും. അങ്ങനെ പിന്നെയും പറഞ്ഞു കൊടുക്കുകയാണ്. നാരദ മഹർഷി ഇത് കണ്ട് അത്ഭുതപ്പെട്ടു പോയി എന്നാണ്. അവിടുത്തെ ഗാർഹസ്ഥ്യം ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ചെല്ലുമ്പോൾ എല്ലാ ഗൃഹങ്ങളിലും ഭഗവാന്റെ സാന്നിധ്യം കണ്ടിട്ട് ഭഗവാൻ അത്ഭുതപ്പെട്ടു. ആ നാരദ മഹർഷി അത്ഭുതപ്പെട്ടു. ഭഗവാന്റെ ആ മഹിമയാണ് ഇവിടെ പറഞ്ഞു വരണത്. എവിടെ ചെന്നോ, എവിടെയൊക്കെ പോയിട്ടുണ്ടോ അവിടെയൊക്കെ ഭഗവാന്റെ സാന്നിധ്യം കണ്ട് അത്ഭുതപ്പെട്ടു. പിന്നെയും പറയാണ്, ഈ ഭൂഭാരത്തെ തീർക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാന്റെ അവതാരം. അത് എളുപ്പത്തിൽ സാധിച്ചു എന്നാണ്. കുരുപാണ്ഡവന്മാരിലുണ്ടായ ആ ശത്രുത നിമിത്തം ഭൂമിയുടെ ഭാരം വളരെ എളുപ്പത്തിലാണ് ഭഗവാന് തീർക്കാൻ സാധിച്ചതെന്നാണ്. കിയാൻ ഭുവോയം ക്ഷപിതോരുഭാരോ യദ്രോണഭീഷ്മാർജുന ഭീമമൂലൈ അഷ്ടാദശാക്ഷൗഹിണികോ മദംശൈർ ആസ്തേ ബലം ദുർവിഷഹം യദൂനാം. എങ്ങനെയപ്പോൾ സാധിച്ചു? നിസ്സാരമായിട്ട് സാധിച്ചു എന്നാണ്. അപ്പം ആ കൗരവ പാണ്ഡവ വൈരമാണ് ഇത്ര എളുപ്പത്തിൽ, ഈ കുരുക്ഷേത്ര യുദ്ധമുണ്ടായതുകൊണ്ട് വളരെ എളുപ്പത്തിൽ ഭൂമിദേവിയുടെ ദുഃഖത്തെ തീർക്കാൻ, ഭാരത്തെ തീർക്കാൻ ഭഗവാന് സാധിച്ചു. ദുര്യോധനനും ദുശാസനൊക്കെ യുദ്ധഭൂമിയിൽ മരിച്ചു കിടക്കുന്നത് കണ്ടിട്ടും ഒരു ഭാവഭേദവും ഇല്ലാതെ നിസ്സംഗനായ ആ ഭഗവാന്, കാലസ്വരൂപിയായ ഭഗവാന് തൃപ്തി വരാതെ ബ്രാഹ്മണശാപം കൊണ്ട് സ്വന്തം വംശത്തെ കൂടി, യദുവംശത്തെ കൂടി നശിപ്പിച്ചു. പുര്യാം കദാചിൽ ക്രീഡദ്ഭിർയദുഭോജകുമാരകൈ കോപിതാ മുനയസ്സേബുൻ ഭഗവൻ മദകോവിദാം. ഒക്കെ ഇവിടെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പം മുനിമാരുടെ ശാപം ആ യാദവന്മാർക്ക് ഏൽക്കണമെന്ന് പറഞ്ഞു. അതൊക്കെ ഭഗവാന്റെ നിശ്ചയമാണ്. എല്ലാം അറിയുന്ന ഭഗവാൻ അവിടുത്തെ നിശ്ചയം തന്നെയാണ്. ഈ ഭൂമിയുടെ ദുഃഖം തീർക്കണം, ഭാരത്തെ തീർക്കാൻ വേണ്ടിയിട്ടാണ് വരവ് തന്നെ. കൃഷ്ണാവതാരത്തിന് തൊട്ടു മുൻപ് ദേവന്മാർ സ്തുതിക്കുന്നുണ്ട്. ഭാരം ഭുവോഹര യദൂത്തമാവന്ദനം തേ. ഈ ഭൂമിയുടെ ഭാരത്തെ തീർക്കണേ, യദുകുലനാഥനായിട്ട് അവതരിച്ച് രക്ഷിക്കണേ ഭൂമിദേവി എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ ആ കാലസ്വരൂപനായിട്ട് വന്ന് ദുര്യോധനാദികളുടെയൊക്കെ അന്ത്യം കണ്ടിട്ടും തൃപ്തി വരാതെ ബ്രാഹ്മണശാപം കൊണ്ട് സ്വന്തം വംശവും കൂടി നശിപ്പിച്ചു. എന്നാൽ ശാപഗ്രസ്തരായ ആ യാദവന്മാരോട് ശാപശാന്തിക്കായിട്ട് പ്രഭാസ തീർത്ഥത്തിൽ ചെന്ന് തീർത്ഥസ്നാനം ചെയ്ത്
തർപ്പണം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെ പ്രഭാസ തീർത്ഥത്തിൽ എല്ലാവരും ചെന്നു. യയു പ്രഭാസം സംഹൃഷ്ട രഥൈർദേവവിമോഹിത തത്ര സ്നാത്വാ പിതॄൻ ദേവാൻ ഋഷീംശ്ചൈവ തദംഭസാ തർപ്പയിത്വാഥ വിപ്രേഭ്യോ ഗാവോ ബഹുഗുണാദദൂ. അങ്ങനെ പ്രഭാസ തീർത്ഥത്തിൽ ചെന്ന് സ്നാനാദികളായിട്ടുള്ള സൽക്കർമ്മങ്ങളൊക്കെ ചെയ്തു എന്നാണ്. പിതൃക്കൾ, ദേവന്മാർ, ഋഷികൾ ഇവർക്കൊക്കെ ജലം കൊണ്ട് തർപ്പണം ചെയ്ത് നല്ല ഗുണമൊത്ത പശുക്കളെയൊക്കെ ബ്രാഹ്മണർക്ക് ദാനം ചെയ്തു. പിന്നെയോ ഹിരണ്യം രജതം ശയ്യാം വാസാംസ്യജിനകമ്പളാൻ യാനം രഥാനിഭാൻ കന്യാ ധരാം വൃത്തികരീമപി അന്നം ച ഉരുരസം ദേഭ്യോ ദത്വാ ഭഗവദർപ്പണം ഗോവിപ്രാർത്ഥാസവശൂരാ പ്രണേമുർഭുവി മൂർധഭീ. സ്വർണം, വെള്ളി, കിടക്ക, വസ്ത്രങ്ങൾ, തോലുകൾ, കമ്പിളികൾ, വാഹനങ്ങൾ, തേര്, ആന, കന്യകമാർ, ഭൂമി, ചതുർവിധ ഭക്ഷണം, ഇതൊക്കെ ഭഗവതർപ്പണമായിട്ട് ബ്രാഹ്മണർക്ക് കൊടുത്ത് നമസ്കരിച്ചു. സാഷ്ടാംഗം നമസ്കരിച്ചു. ഈ പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും രക്ഷപ്പെടാനൊക്കെ ആയിട്ട് ഇത്രയൊക്കെ പറഞ്ഞ്, അപ്പോൾ ആ ശാപത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കർമ്മങ്ങളൊക്കെ ചെയ്തു എന്ന് പറഞ്ഞ് അതോർത്തുകൊണ്ട് എന്നാലും അവരുടെ നാശം ഉണ്ടാകുമെന്നറിയുന്ന ആ ഉദ്ധവർ അതോർത്തുകൊണ്ട് ദുഃഖം കൊണ്ട് അല്പനേരം വീണ്ടും സംസാരിക്കാൻ കഴിയാതെ ആ വിതുരൻ്റെ മുന്നിൽ നിന്നു എന്ന് പറഞ്ഞുകൊണ്ട് 3-ാമത്തെ അധ്യായം പൂർത്തിയായി. ഭഗവാന്റെ മഹിമയും ചെയ്ത കർമ്മങ്ങളൊക്കെയാണ് ഇവിടെ വിശദീകരിക്കുന്നത്. ആ മഹത്വമൊക്കെയാണ് പറഞ്ഞതെന്നർത്ഥം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധത്തിൽ 3 അധ്യായങ്ങളുടെ ചുരുക്കമാണ് നമ്മൾ കേട്ടത്. ഇനി 4-ാമത് അധ്യായമാണ്. വിതുരോത്ഥവ സംവാദമാണ് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അഥ തേ തദനുജ്ഞാതാ ഭുക്ത്വാ പീത്വാ ച വാരുണീം തയാ വിഭ്രംശിതജ്ഞാനാ ദുരുക്തൈർമർമ്മപസ്പൃശു. മദ്യം സേവിച്ച് സ്വയം ബുദ്ധി നശിച്ച യാദവന്മാർ അന്യോന്യം യുദ്ധം ചെയ്ത് നശിച്ചു. ഇതിനെല്ലാം സാക്ഷ്യം വഹിച്ച ശ്രീകൃഷ്ണ ഭഗവാൻ പ്രഭാസത്തിൽ നിന്നും പുറപ്പെട്ട് സരസ്വതീ നദീതീരത്തിലുള്ള ഒരാൽച്ചുവട്ടിൽ ചെന്നിരുന്നു. ഭഗവാൻ സ്വാൽപമായായ ഗതിം താം അവലോക്യ സ സരസ്വതീം ഉപസ്പൃശ്യ വൃക്ഷമൂലം ഉപാവിശത്ത്. ആൽച്ചുവട്ടിൽ ചെന്നിരുന്നു. അല്ലയോ വിതുര, ഭഗവാന്റെ അനുഗ്രഹത്താൽ എനിക്ക്
അവിടെ എത്തിച്ചേരാൻ സാധിച്ചു. അപ്പോഴോ തസ്മിൻ മഹാഭാഗവതോ ദ്വൈപായന സുഹൃത്സഖ ലോകാൻ അനുചരൻ സിദ്ധ ആസസാദ യദൃച്ഛയാ. മറ്റൊരത്ഭുതം കൂടി സംഭവിച്ചു. യാദൃച്ഛികമായിട്ടാണെങ്കിലും മൈത്രേയ മഹർഷിയും അവിടെ എത്തിച്ചേർന്നു. അങ്ങനെയാണ്, വിചാരിച്ചിട്ടൊന്നുമല്ല, അതാണ് ഭഗവാന്റെ നിശ്ചയമാണ്. ആ മഹർഷിയും മൈത്രേയ മഹർഷിയും അതീവ ശ്രേഷ്ഠനായ മൈത്രേയ മഹർഷിയും അവിടെ എത്തിച്ചേർന്നു. ദ്വാരകയിൽ വച്ച് ഏകാദശം ആ മോക്ഷമാർഗം ഭഗവാൻ എനിക്ക് ഉപദേശം തന്നിരുന്നു. സരസ്വതീ തീരത്തിൽ വച്ച് ഞങ്ങൾക്ക് രണ്ടുപേർക്കും, അതായത് ഉദ്ധവർക്കും മൈത്രേയ മഹർഷിക്കും കൂടി ഭാഗവതവും ഉപദേശം തന്നു. എന്താ ഭാഗവതം? ജ്ഞാനം പരം മന്മഹിമാവഭാസം എൽ സൂരയോ ഭാഗവതം വദന്തി. ഭഗവാന്റെ മഹിമാതിരേകത്തെക്കുറിച്ച് വർണ്ണിക്കുന്നതിനെയാണ് ഭാഗവതം എന്ന് മഹാത്മാക്കള്, പണ്ഡിതന്മാര് പറയണത്. ഈ കാണുന്നതെല്ലാം ഭഗവാന്റെ മഹിമയാണ്. മലിനമായ അന്തരീക്ഷത്തിൽ നിന്നും നാസാരന്ധ്രങ്ങൾക്ക് പ്രാണവായുവിനെ സ്വീകരിക്കാൻ സാധിക്കുന്നത് ഭഗവാന്റെ കൃപ കൊണ്ടാണ്, അവിടുത്തെ മഹിമ കൊണ്ടാണ്. സാധിക്കാതെ വന്നാൽ നമ്മളെ കൊണ്ടുപോകേണ്ടി വരും, കൃത്രിമ ശ്വാസം തരേണ്ടി വരും, അതിന് നല്ല പണവും നമുക്ക് ചിലവാക്കേണ്ടി വരും. അപ്പോഴാണ് നമുക്ക് മനസ്സിലാകണത്, ഇക്കാലമത്രയും യാതൊരു പണച്ചെലവും കൂടാതെ, ഒരു ബുദ്ധിമുട്ടും കൂടാതെ പ്രാണവായുവിനെ സ്വീകരിക്കാൻ സാധിച്ചത് ആ ഭഗവാന്റെ കൃപ കൊണ്ടാണ്, മഹിമ കൊണ്ടാണ് എന്ന് മനസ്സിലാവണത്. കഴിക്കുന്ന ഭക്ഷണം ദഹിപ്പിക്കുന്നതും അവിടെ നിന്ന് തന്നെയാണ്. ദഹനശക്തി ഇല്ലാതെ വന്നാൽ അതിനും മരുന്ന് കഴിക്കേണ്ടി വരും. എന്നാൽ ഇവിടെ പറയാണ്, ഭഗവത് കഥകൾ കേട്ടാൽ തന്നെ ദഹനശക്തി ഉണ്ടാവുന്നതാണ്. യജ്ഞങ്ങളിൽ ഒക്കെ പോയിരുന്ന് ഭഗവത് കഥകൾ കേൾക്കുമ്പോൾ ചിലപ്പോൾ വേണ്ടിയിട്ട് പറ്റിയൊന്നും ആയിരിക്കില്ല, എന്നാലും വന്നിരുന്ന് കുറച്ചു നേരം നിശബ്ദരായിരുന്ന് ശ്രവിക്കുമ്പോൾ, ഉച്ചയ്ക്ക് ഊണിന് നിർത്തുമ്പോൾ അതുവരെ വിശപ്പൊന്നും ഇല്ലാതിരുന്നവർക്കും തോന്നും കുറച്ച് കഴിച്ചേക്കാന്ന്. എന്താ? ആ ഭഗവത് കഥകൾ നമ്മുടെ രോഗത്തെ മാറ്റിയിരിക്കുന്നതാണ്. അതിൻ്റെ മഹിമയാണ് അപ്പോൾ വിശപ്പുണ്ടായത് എന്നർത്ഥം. അപ്പോൾ വിശപ്പില്ലാണ്ട് വന്നാൽ ഭഗവാന്റെ നാമം ജപിച്ചാൽ മതി, ഉറക്കമില്ലാണ്ട് വന്നാൽ ഭഗവാന്റെ നാമം ജപിച്ചാൽ മതി. എല്ലാത്തിനും ഔഷധം ഭഗവാന്റെ നാമമാണ്, ഭഗവാൻ തന്നെയാണ്, വേറൊന്നും അല്ലാന്ന് കാണിച്ചു കൊടുത്തു. അങ്ങനെ ആ ഭഗവാന്റെ മഹിമാതിരേകത്തെക്കുറിച്ച് വർണ്ണിക്കുന്നത് എന്തോ അതാണ് ഭാഗവതമെന്ന് പണ്ഡിതന്മാർ പറയണു. ആ ഭാഗവതത്തെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി ഉപദേശിച്ചു. അല്ലയോ വിതുര, ഭഗവാന്റെ കൽപ്പന പ്രകാരം ഞാൻ ബദരിയിലേക്ക് പോവുകയാണ്. ഭഗവത് വിരഹത്താൽ അങ്ങ് ദുഃഖിക്കുമെന്ന് അറിഞ്ഞിട്ട് ഭഗവാൻ എന്താ ചെയ്തത്? ശ്രീമദ് ഭാഗവതം അങ്ങേക്ക് ഉപദേശിക്കാനായിട്ട് മൈത്രേയ മഹർഷിയെ ഏൽപ്പിച്ചിട്ടുണ്ട്. അങ്ങ് ആ മൈത്രേയ മഹർഷിയുടെ ആശ്രമത്തിലേക്ക് പോയിക്കോളൂ, അങ്ങേക്ക് വേണ്ടതായ ആ ശ്രീമദ് ഭാഗവതം അവിടെ നിന്ന് കിട്ടും. ഇത് കേൾക്കുമ്പോൾ പൊട്ടിക്കരഞ്ഞു. താൻ സ്ഥലത്തില്ലാതിരുന്നിട്ടും തന്നെ ഭഗവാൻ മറന്നില്ലല്ലോ. തനിക്ക് വേണ്ടി വേണ്ടതായ ഭാഗവതത്തെ ഉപദേശിക്കാൻ മറ്റൊരാളെ ഏൽപ്പിച്ചല്ലോ എന്നോർത്ത ആ വിതുരൻ മണ്ണിൽ കിടന്ന് അങ്ങ് ഉരുണ്ടു. തറ ഭക്തി, ഭക്തവാത്സല്യം വേറെ എവിടെ കാണാൻ പറ്റും? അതുകൊണ്ട് അങ്ങനെ ആ മണ്ണിൽ കിടന്നു ഭക്തിപരവശനായി ഉരുളുന്ന വിതുരനോട് ഉദ്ധവർ പറയാണ്, അങ്ങ്
ആ മൈത്രേയ മഹർഷിയുടെ ആശ്രമത്തിലേക്ക് പോയിക്കോളൂ എന്ന് പറഞ്ഞ് ഇതി സഖ വിദുരേണ വിശ്വമൂർത്തേർ ഗുണകഥയാ സുധയാ പ്ലാവിതോരുതാപ ക്ഷണമിവ പുളിനെ യമസ്വസുസ്താം സമുഷിത ഔപഗവിർനിശാം തതോഗാൽ. ഇത്രയും പറഞ്ഞ് ഉദ്ധവര് ഭഗവത്പാദുകങ്ങൾ ശിരസിലും പാദങ്ങൾ മനസ്സിലും നാമങ്ങൾ നാവിലും ധരിച്ചുകൊണ്ട് ബദരിക്ക് യാത്രയായി. അപ്പോഴാണ് രാജാവിൻ്റെ ഒരു ചോദ്യം. ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ നിധനമുപഗതേഷു വൃഷ്ണിഭോജേഷു അധിരഥയൂഥപേഷു മുഖ്യാം സതു കഥമവശിഷ്ട ഉദ്ധവോ യദ്ധരിരപി തത്യജ ആകൃതിം ത്രധീശ. മഹാവീരനായ സൈന്യാധിപന്മാരിൽ വെച്ച് അഗ്രഗണ്യന്മാരായ വൃഷ്ണികള്, ഭോജന്മാര്, ഇവരെല്ലാം ഭഗവാന്റെ സങ്കല്പത്താൽ നശിച്ചു. അവരിൽ മുഖ്യനായ ഉദ്ധവൻ മാത്രം എങ്ങനെ അവശേഷിച്ചു? ഭഗവാൻ തന്നെയും മനുഷ്യരൂപം കൈവിട്ടല്ലോ. എന്തേ ഈ ഉദ്ധവരെ മാത്രം ഭഗവാൻ ബാക്കി വച്ചത് എന്നൊരു ചോദ്യം രാജാവ് ചോദിച്ചു. അതിന് മറുപടിയായിട്ട് ശുക മഹർഷി പറയാണ്, അതും ഭഗവാന്റെ സങ്കല്പം തന്നെയാണ് രാജാവേ. അസ്മാലോകാതു പരത്തെ മയി ജ്ഞാനം മദാശ്രയം അർഹത്യുദ്ധവ ഏവാർത്ഥ സമ്പ്രത്യാത്മവതാം വരാ. ഞാൻ ഈ ലോകത്തിൽ നിന്ന് മറഞ്ഞാൽ ആത്മജ്ഞന്മാരിൽ വെച്ച്, ആത്മജ്ഞാനികളിൽ വെച്ച് അതിശ്രേഷ്ഠനായ ഉദ്ധവൻ മാത്രമേ ഇപ്പോൾ തികച്ചും ജ്ഞാനയോഗ്യനായിട്ട് ഭവിക്കണുള്ളൂ. ആ ഉദ്ധവര് എനിക്ക് തുല്യനാണ്. നോദ്ധവോണ്ണപി മന്യൂനോ യദ്ഗുണൈർനാർദ്ദിത പ്രഭു അതോ മദ്വയനം ലോകം ഗ്രാഹയൻ ഇഹ തിഷ്ടതു. എന്നെക്കാൾ ഒട്ടു യോഗ്യത കുറവല്ല ഉദ്ധവന്. ഇന്ദ്രിയ നിയന്ത്രണം സാധിച്ചയാളാണ്. വിഷയങ്ങളൊന്നും അദ്ദേഹത്തെ ബാധിച്ചിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹം എൻ്റെ സ്വരൂപജ്ഞാനം ഈ ലോകത്തെ മനസ്സിലാക്കി കൊടുക്കട്ടെ എന്ന് കരുതിയിട്ടാവണം ഭഗവാൻ ഈ ഉദ്ധവരെ കുറച്ചു കാലവും കൂടി ഈ ഭൂമിയിൽ ജീവിക്കാൻ വിട്ടത്. ഇവിടെ കുറച്ചു കാലോടെ കഴിഞ്ഞുകൂടി ലോകർക്ക് തൻ്റെ മഹിമയെ പറഞ്ഞു കൊടുക്കട്ടെ എന്ന് കണക്കാക്കിയിട്ടാവാം ഉദ്ധവരെ മാത്രം അവശേഷിപ്പിച്ചത് എന്ന് പറഞ്ഞു കൊടുത്തു. ആ ഉദ്ധവര് ഭഗവാന്റെ കൽപ്പനയെ മാനിച്ച് ബദരിയിൽ ചെന്ന് ബദര്യാശ്രമമാസാദ്യ ഹരിമീജേ സമാധിന. ബദര്യാശ്രമത്തിലെത്തി ഭഗവാനെ നിരന്തര ധ്യാനത്താൽ സേവിച്ചു. ആത്മാനം ച കുരുശ്രേഷ്ഠ കൃഷ്ണേന മനസേക്ഷിതം ധ്യായൻ ഗതേ ഭാഗവതേ രുരോദ പ്രേമവിഹ്വല. എന്നാൽ ആ വിതുരൻ ഇപ്പം എന്താ ചെയ്യണത്? വിതുരൻ ഭഗവാനാൽ കൃപാപൂർവം സ്മരിക്കപ്പെട്ടത് ഓർത്ത് പരമഭാഗവതനായ ഉദ്ധവൻ അവിടെ നിന്ന് പോയപ്പോൾ പ്രേമവിഹ്വലനായി പൊട്ടി അങ്ങോട്ട് കരഞ്ഞു. തൻ്റെ അസാന്നിധ്യത്തിലും തന്നെ ഓർത്തല്ലോ കരുണാസാഗരനായ കൃഷ്ണൻ.
ഭക്തവത്സരനായ കൃഷ്ണൻ ഓർത്തല്ലോ എന്നോർത്ത് രുരോധ പ്രേമവിഹ്വലനായി കരഞ്ഞു. കാളിന്ത്യ കതിഭിസിദ്ധ അഹോഭിർഭരതർഷഭാം പ്രാപദ്യത സ്വസരിതം യത്ര മിത്രാസുതോ മുനി. കാളിന്തി തീരത്തു നിന്ന് തന്നെ കൃതകൃത്യനായി തീർന്ന വിതുരൻ കുറേ ദിവസങ്ങൾ കൊണ്ട് മൈത്രേയ മുനിയുടെ ആശ്രമത്തിൽ ചെന്നു. ഗംഗാതീരത്താണ് മൈത്രേയ മഹർഷിയുടെ ആശ്രമം. ആ മൈത്രേയ മുനി താമസിക്കുന്ന ഗംഗാതീരം പ്രാപിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് 4-ാമത് അധ്യായം പൂർത്തീകരിച്ചു. ഇതോടെ വിതുര ഉദ്ധവ സംവാദം പൂർത്തിയായി. ഇപ്പോൾ ഗംഗാതീരത്ത് മൈത്രേയ മഹർഷിയുടെ ആശ്രമത്തിലെത്തി. ഇനി തുടങ്ങുന്നത് വിതുര മൈത്രേയ സംവാദമാണ്. അത് തുടങ്ങി 4-ാമത് സ്കന്ധവും പൂർത്തിയാകുന്നത് വരെ വിതുര മൈത്രേയ സംവാദമാണ്. അത് നമുക്ക് പിന്നെ കേൾക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.